ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് മുഖം പെട്ടെന്ന് വെളുക്കുവാൻ. അതിപ്പോൾ എത്ര കറുത്ത് കരിവാളിച്ച മുഖമായാലും നിമിഷ നേരം കൊണ്ട് വെളുക്കുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി. ഓക്കെ, ആദ്യമേ തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഒക്കെ കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എത്ര കറുത്ത് കരിവാളിച്ച മുഖമായാലും നിമിഷ നേരം കൊണ്ട് വെളുത്ത് തിളങ്ങുവാൻ, വെളുപ്പ് മാത്രമല്ല വെളുത്ത് തിളങ്ങണം. ഓക്കെ, അങ്ങനെ വെളുത്ത് തിളങ്ങുവാൻ ഒരു സിമ്പിൾ മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ, അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുണ്ട്, എന്നാലും കൂടുതലായിട്ടും സ്ത്രീകളാണ് ആഗ്രഹിക്കുന്നത് മുഖം നല്ല വെളുത്തുള്ള ഗ്ലേസിംഗ് ആയിട്ട് തിളങ്ങിയിരിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ മുഖമാകുവാൻ, അതായത് നല്ല വെളുത്ത് തിളങ്ങി നല്ല ഗ്ലേസിംഗ് ആയിട്ട് തിളങ്ങുവാനുള്ള ഒരു മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഔഷധം നിങ്ങൾ ഉപയോഗിക്കുന്ന മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഔഷധം ഉപയോഗിച്ച് നിമിഷങ്ങൾക്കകം തന്നെ 100% റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം ആദ്യമേ തന്നെ പറഞ്ഞുതരാം. അതിനുശേഷം ആ ഒരു മരുന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ വെള്ളം കൂടി ഇല്ലെങ്കിൽ, അതായത് വെള്ളം ധാരാളം കുടിക്കുന്നില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ജലാംശം കാണത്തില്ല. ഓക്കെ, നിങ്ങൾ എവിടെ പോയി എന്തൊക്കെ മരുന്ന്, എത്ര കൂടിയ മരുന്ന് നിങ്ങൾ ചെയ്താലും അത് നിങ്ങൾക്ക് ഫലിക്കത്തില്ല. അതുകൊണ്ടാണ് ചില വ്യക്തികൾ ചില മരുന്നൊക്കെ ഫലിക്കാതെ വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം ഒരു 3 ലിറ്റർ നിങ്ങൾ ഡെയിലി കുടിച്ചിരിക്കണം. അപ്പോഴപ്പോഴപ്പോഴാ കുടിച്ചാൽ മതി. ഓരോ ഗ്ലാസ് വീതം കുടിക്കുക അപ്പോഴപ്പോഴ. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, ഡെയിലി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും 1 ഗ്ലാസ് പോംഗ്രനേറ്റ് ജ്യൂസ്, അതായത് മാതളപ്പഴ ജ്യൂസ് കുടിക്കണം. അതല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് കുടിക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ജ്യൂസ് നിങ്ങൾ ഒരാഴ്ചയിൽ 2 ദിവസം നിങ്ങൾ കുടിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ആഹാരത്തിൽ പച്ചക്കറി ഐറ്റംസ് കൂടുതലായിട്ട് യൂസ് ആക്കുക. ഓക്കെ, റെഡ് മീൻസ് അല്പം കുറയ്ക്കുക, പച്ചക്കറി ഐറ്റംസ് കൂടുതലായിട്ട് യൂസ് ആക്കുക. അതേപോലെ തന്നെ കൃത്യസമയത്തിന് കിടന്നുറങ്ങുക. 8 മണിക്കൂറെങ്കിലും കിടന്ന് നിങ്ങൾ ഉറങ്ങിയിരിക്കണം. മനസ്സിലായാലോ? നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ മുഖം ചുളിയും കണ്ണിന് ചുറ്റും കറുത്ത പാടൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 8 മണിക്കൂർ നിങ്ങൾ ഉറപ്പായിട്ടും ഉറങ്ങിയിരിക്കണം. ഇരുന്നുറങ്ങാനല്ല പറഞ്ഞത്, ഉറങ്ങിയിരിക്കണം, കിടന്നുറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക. രാവിലത്തെ ആഹാരം ഒരു 8 മണിക്ക് കഴിക്കുക, ഉച്ചത്തെ ആഹാരം ഒരു 1:30 മണിക്ക് കഴിക്കുക, രാത്രിയിലത്തെ ആഹാരം ഒരു 8 മണിക്കകത്ത് നിങ്ങൾ കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ആ ഒരു മരുന്ന്, എത്ര കറുത്ത് കരിവാളിച്ച മുഖമായാലും അത് പൂർണ്ണമായിട്ടും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വെളുത്ത് തിളങ്ങുവാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ മരുന്ന് വേറൊന്നുമല്ല. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ചെറിയ പീസ് മഞ്ഞ എടുക്കുക, പച്ച മഞ്ഞൾ എടുക്കുക. ഒരു ചെറിയ പീസ് പച്ചമഞ്ഞൾ എടുക്കുക, ചെറിയൊരു പീസ് പച്ചമഞ്ഞൾ എടുക്കുക. ഓക്കെ, അതിനെ ചെയ്യേണ്ടത്, അതിലേക്ക് ഒരു 2 മൈലാഞ്ചി ഇല, പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മൈലാഞ്ചി ഇലയിൽ കൂടെ നിങ്ങൾ ചേർക്കരുത്. അളവ് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ചെറിയ പീസ് പച്ചമഞ്ഞൾ എടുക്കുക, അതിലേക്ക് ഒരു 2 മൈലാഞ്ചി ഇല ചേർക്കുക. ഓക്കെ, പച്ച ഇലയാണ് അത്യുത്തമം. അഥവാ നിങ്ങൾക്കിനി പച്ച മൈലാഞ്ചി ഇല കിട്ടിയില്ല എങ്കിൽ വിഷമിക്കേണ്ട, മൈലാഞ്ചി പൊടിയായാലും മതി. 1 നുള്ള്, എത്ര, 1 നുള്ള് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ അരച്ചെടുക്കുക. അങ്ങനെ നല്ലതുപോലെ അരച്ചെടുത്ത ആ ഔഷധത്തിനെ മുഖത്ത് തേക്കുക. മുഖത്ത് തേച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. മനസ്സിലായല്ലോ? മുഖത്ത് തേച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് തന്നെ മതി. നിങ്ങൾ ചെയ്തു നോക്ക്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും,
പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞത് സാധാ പച്ചമഞ്ഞളാണോ അഥവാ ഇനി കസ്തൂരി മഞ്ഞൾ ആണോ എന്ന് ചോദിക്കും. എനിക്കറിയാം. ഓക്കെ, അപ്പോൾ സാധാ പച്ചമഞ്ഞളാണ് ഞാൻ എടുക്കാൻ പറഞ്ഞത്, അഥവാ ഇനി കസ്തൂരി മഞ്ഞളാണ് എന്ന് കൊള്ളെങ്കിൽ അതായാലും മതി. അതാണ് നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, ഇതിൽ രണ്ടും ഏത് മഞ്ഞയായാലും കുഴപ്പമില്ല, സാധാ പച്ചമഞ്ഞൾ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഓക്കെ, അതിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ ഒരൊറ്റ തവണ യൂസ് ആക്കുമ്പോൾ തന്നെ നിങ്ങളത് കഴുകിയ ശേഷം നിങ്ങൾ കണ്ണാടി പോയി നോക്കണം. നിങ്ങൾ പോയി നോക്ക്, നിങ്ങളെ ഞെട്ടി പോകുന്ന രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സൂപ്പർ മരുന്നാണ്, ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങളുടെ മുഖകാന്തി വർദ്ധിക്കും, സൗന്ദര്യം വർദ്ധിക്കും, മുഖ സൗന്ദര്യം വർദ്ധിക്കും. അത്രയ്ക്കും കിടിലം മരുന്നാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.